ഞാൻ പോയപ്പോ കിടക്കണ കിടപ്പല്ലേടോ അക്കുന്തോ നോക്കി പത്മനാഭസ്വാമി കിടക്കണ പോലെ കിടക്കണ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ടില്ല. താൻ ഇതിന്റെ ഇടയിൽ മുള്ളാൻ വരെയും പോയില്ലേടോ? അതോ താൻ ബെഡുമ്പോ മുള്ളിയാ? തൻ്റെ അഭിപ്രായം ഇട്ടിട്ടുണ്ടാ? എവിടെ നോക്കട്ടെ. കുത്തിലിടി മുട്ടി നിക്കണ് പണ്ടാരം. എന്തിനാണ് ഇപ്പൊ കെട്ടി നിർത്തിയേക്കുന്നത്? കൊണ്ടുപോയി ഒഴിച്ച് കളഞ്ഞൂടെ? അല്ലെങ്കിൽ അതെ ഈ വയസ്സാങ്കാലത്ത് ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ കളവന്മാരും ആ ഫോണിൽ ചത്തി കടന്നോളൂ. ആർക്കടി വയസ്സായേക്കണത്? 90s കിഡാടി. 90s കിട്ടാ? താൻ 89-ലേടോ ജനിച്ചത്? 89 തുടങ്ങിയുള്ളവരൊക്കെ 90s കിഡിലാണ് ഉൾപ്പെടുത്തിയേക്കണത്. എന്നാ 89 ജനിച്ച എന്റെ 90s കിഡേ 24 മണിക്കൂർ ഈ ഫോൺ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ തല്ലി പൊട്ടിച്ച് ഞാൻ കളയും. പിന്നെ താൻ എന്ത് ചെയ്യുന്നു എനിക്കൊന്ന് കാണണം. എടി ഈ ഒരു ഫോൺ പോയിന്ന് വെച്ച് ഞങ്ങളുടെയൊക്കെ ജനറേഷൻ എന്ത് സംഭവിക്കാനാണ്? നിങ്ങളൊക്കെയാണ് ഒരു ചാനൽ അല്ലെങ്കിൽ മറ്റേ ചാനൽ അതല്ലെങ്കിൽ മറിച്ച ചാനൽ അങ്ങനെ 100 കൂട്ടം ചാനൽ കണ്ട് വളർന്നത്. ഞങ്ങൾക്ക് ഒരൊറ്റ ചാനൽ കണ്ട് വളർന്ന ആൾക്കാരാണ്. അതേത് ചാനലാണെന്ന് എനിക്കറിയാം. അതല്ല, ദൂരദർശൻ, അയലത്തിരുന്നോട്ടവും കൃഷിദർശൻ വരെ കണ്ട് എൻ്റർടൈൻ ആയ ആൾക്കാരാണ് ഞങ്ങൾ. ഒരു സിനിമ കാണണമെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കണോർന്ന്, അതും KCB തുണച്ചാൽ. അതേപോലെ ചിത്രഗീതവും ചിത്രഹാറും പോപ്പയും ജംഗിൾ ബുക്കും ഹനുമാനും ശക്തിമാൻ വരെ വെയിറ്റ് ചെയ്ത് കണ്ടിരുന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾക്ക് ഈ ഫോൺ പോയിന്ന് വെച്ചാൽ ഇതാണ് ഇത് കേട്ടാ. അടങ്ങ് മോനെ അടങ്ങ്. അടങ്ങി. നീ പോയ കാര്യം പറ. ആദ്യം തന്നെ ചതുരക്കട്ടേന്ന് തന്റെ തല എടുക്ക്. ചേടാ നീ പറ. കണ്ണ് മാത്രം അവിടെ കൊടുത്തിട്ടുള്ളൂ, കാത് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. പറ. അതേതാണ് സൗണ്ട് ഇല്ലാത്ത വീഡിയോ? ഓ, ഗെയിം കളിക്കണതാണ്. നിനക്കറിയാലോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഭയങ്കര ഷാർപ്പാണെന്ന്. ഒരു ടൈമിൽ തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും ശ്രദ്ധിക്കാനും പറ്റും. നീ പറ. വലിയപ്പനും വലിയ പാടില്ലാത്ത കാര്യം എനിക്ക് അറിഞ്ഞൂടെ? വയസ്സാം കാലത്ത് അവരെ നോക്കാൻ ആരുമില്ല. മക്കളൊക്കെ വിദേശത്ത് പോയി കിടക്കല്ലേ പൈസ ഉണ്ടാക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ അവിടെ വെച്ച് രമ്യനെ കണ്ടത്. ഏത് രമ്യ? നമ്മുടെ ജോസേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ കാതിൽ താഴെ കാക്കപ്പുള്ളിയുള്ള രമ്യ? പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇപ്പൊ ഷാർപ്പായല്ല. അവളുടെ ഏത് കാതിന്റെ അടിയിലാടോ കാക്കപ്പുള്ളി ഉള്ളത്? സമ്മതിക്കണം, ദിവസവും സംസാരിക്കണം. ഞാൻ കണ്ടിട്ടില്ല അവളുടെ മേത്തൊരു പുള്ളിയും കുത്തും കോമിയൊന്നും. അത് നിന്റെ കണ്ണിൽ വിറ്റാമിൻ സിയുടെ കുറവുള്ളതുകൊണ്ടാണ്. ചീര കഴിച്ചാൽ മതി, ചീര കഴിച്ച കൂടും. എന്നാ വിറ്റാമിൻ സി കൂടുതലുള്ളവനെ പറ, എന്റെ മേത്തുണ്ട് ഒരു കാക്കപ്പുള്ളി. എവിടെയാണ്? പറ പറ പറ. കാക്കപ്പുള്ളി? ഏത് കാക്കപ്പുള്ളി? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത്? നീ പോയ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് ഫോണും കിട്ടാ, എന്നിട്ട് ബാക്കി പറയാം. ഞാൻ വല്യപ്പനോടും വല്യമ്മയോടും വർത്താനം പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് വല്യപ്പൻ അങ്ങോട്ട് ശ്വാസം മുട്ടൽ കൂടി. കൂടുവല്ല, സ്വാഭാവികം. എനിക്കിടക്ക് നിന്റെ സംസാരം കേൾക്കുമ്പോൾ നെഞ്ചുവിന് വരാൻ വരാറുണ്ട്. എന്റെ ദൈവമേ, എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. അപ്പൊ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ വിളിക്കാൻ പറഞ്ഞു. തന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടു, താൻ തന്നെ ഫോൺ എടുക്കാഞ്ഞ്? അത് ഞാൻ ഫ്ലൈറ്റ് മുകളിലിട്ട് ഗെയിം കളിക്കായിരുന്നു. എന്നിട്ട്? ഓ ഒന്നുമില്ല, ബാക്കി പറ. തന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ മരണ വെപ്രാളത്തിൽ ഓടി വന്നാണ് ഇങ്ങോട്ട് തന്നോട് പറയാനായിട്ട്. വേഗം വണ്ടി എടുത്തിട്ട് ചെല്ലി. എന്നിട്ട് നീ ഇതിപ്പോഴാണ് പറയണത്? വന്നിട്ട് ഇത്രയും നേരമായിട്ട് നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി ആ കാര്യം തന്നെ പറയണമെന്ന്. കണക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാട് കയറി പോരുതെന്ന്. ഇനിയിപ്പോൾ ഞാൻ ചെല്ലുന്ന നോക്കും അയാൾ ശ്വാസം മുട്ടി ചാവും. ഉണ്ടാരം അങ്ങനെ പെട്ടെന്ന് ചാവണ ടീമൊന്നും അല്ല. എന്തുവാണീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അങ്ങനെ ചെല്ലി.